നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യപ്പെടുന്ന ദിനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നാളെ വെളുത്തപക്ഷത്തിലെ ഷഷ്ഠി തിഥിയാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഷഷ്ഠി തിഥിക്ക് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ എല്ലാം ചെയ്യാം. അതിനു മുമ്പ് നാളെ 1201 മകരമാസം 10-ാം തീയതി, അതായത് 2026 ജനുവരി മാസം 24-ാം തീയതി. ധാരാളം പ്രത്യേകത. നാളെ ശനിയാഴ്ചയാണ്. നാളെ ഉത്രട്ടാതി നക്ഷത്രമാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനം ഷഷ്ഠി തിഥിയുമാണ്. അതിനാൽ സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായ പ്രാർത്ഥനകൾക്കൊക്കെ ഇന്ന് തന്നെ ആരംഭം കുറിക്കാം. ഇന്ന് ഉച്ചയ്ക്ക് അരിഭക്ഷണം കഴിച്ച് വൈകിട്ട് അരിഭക്ഷണം ഉപേക്ഷിക്കുക. ഫ്രൂട്ട്സ്, ജ്യൂസസ് ഒക്കെ കഴിച്ച് സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായ പ്രാർത്ഥനകൾ ഓം വജത് ഭുവേ നമഃ അല്ലെങ്കിൽ സ്കന്ദ ഷഷ്ഠി ശ്ലോകങ്ങൾ ഒക്കെ ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ രാത്രി അങ്ങനെ നീക്കുക. നാളെ കാലത്ത് സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നല്ല വൃത്തിയിൽ അതിമധുരത്തിൽ മധുരം കൂടിയ അരിപ്പായസം ഉണ്ടാക്കി, വെല്ലം, ശർക്കര, ഏലക്കായ ഒക്കെ ചേർത്ത് നല്ല പായസം ഉണ്ടാക്കി, അത് ആരും അതിൻ്റെ മണം, ആ സൗരഭ്യം അവർക്ക് ലഭിക്കാൻ പാടില്ല. അത് ഇല കൊണ്ട് മൂടി വെച്ച് സുബ്രഹ്മണ്യൻ്റെ മുന്നിൽ വെച്ച് നന്നായി പ്രാർത്ഥിക്കുക, സുബ്രഹ്മണ്യെ പ്രീതി ചെയ്യുക. എന്നിട്ട് എല്ലാവർക്കും പായസം വിതരണം ചെയ്യുക. അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിക്കുക. പലരും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി സമൂഹ പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട്. വളരെ വലിയൊരു അനുഭവമാണ് ഷഷ്ഠി വ്രതം എന്നറിയുക. വെളുത്തപക്ഷത്തിലെ 6-ാമത്തെ തിഥിയാണ് ഷഷ്ഠി തിഥി. കറുത്തപക്ഷത്തിലെ ഷഷ്ഠി, കൃഷ്ണപക്ഷ ഷഷ്ഠിക്ക് പ്രാധാന്യമില്ല. വെളുത്തപക്ഷത്തിലെ ഷഷ്ഠിയാണ് പ്രാധാന്യം. ശ്രീ പാർവതീദേവി 100-ലധികം ഷഷ്ഠിവ്രതങ്ങൾ എടുത്തിട്ടാണ് താരകാസുരനെ വധിക്കാൻ പോയ സുബ്രഹ്മണ്യനെ പ്രത്യക്ഷീകരിക്കുന്നതും സുബ്രഹ്മണ്യൻ താരകാസുരനെ വധിക്കുന്നതും. അതിനാൽ അമ്മമാർ ഷഷ്ഠിവ്രതം ആചരിക്കുമ്പോൾ അതിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് അറിയുക. നാളെ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച സൂര്യോദയം കാലത്ത് 6:52, അസ്തമയം വൈകിട്ട് 6:22 തൃശ്ശൂരിൽ. ശനിയാഴ്ചത്തെ രാഹുകാലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. കാലത്ത് 9 മണി മുതൽ 10:30 വരെയുള്ള സമയം. നാളത്തെ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. നാളെ 2 മണി വരെ ഉത്രട്ടാതി നക്ഷത്രം. അത് കഴിഞ്ഞാൽ പിന്നെ രേവതി നക്ഷത്രമാണ്. 2 നക്ഷത്രങ്ങളും വളരെ ഗുണമാണ്. രണ്ടും ഉത്രത്രയത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ്. ഉത്രത്രയം എന്നാൽ 9 നക്ഷത്രങ്ങളാണ്. ഉത്രം, അത്തം, ചിത്ര, ഉത്രാടം, തിരുവോണം, അവിട്ടം, ഉത്രട്ടാതി, രേവതി, അശ്വതി. അതിനാൽ എല്ലാം ശുഭനക്ഷത്രങ്ങളാണ്. 2 മണി കഴിഞ്ഞാൽ പിന്നെ രേവതി നക്ഷത്രമായി. രേവതി വളരെ ശുഭമുള്ള നക്ഷത്രമാണ്. രേവതി നക്ഷത്രത്തിന് ഗണ്ടാന്തമുണ്ട്. ആ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക 6 മണിക്കൂർ ദോഷമാണ്. പക്ഷേ രേവതി നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ബാക്കി എല്ലാ കഴിവുമുണ്ട് നക്ഷത്രത്തിന്. പക്ഷേ ഒരു ഡിസ്അഡ്വാൻറ്റേജ്, വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ്. കൃത്രിക, ഭാഗ്യ, മൂലാശ്ച, മകാ, ചിത്രാച്ച, രേവതി ആദാതവ്യം ന ദാതവ്യം ത്വച്ഛേഷന്തി വിനശ്യതി. കാർത്തിക, ഭാഗ്യമെന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി ഈ നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകും. അതിനാൽ സാമ്പത്തിക വിഷയങ്ങൾക്ക് നാളത്തെ ദിനം ശനിയാഴ്ച കാലത്താണ് നല്ലത്. ശനിയാഴ്ച 10:45 മുതൽ 12 മണി വരെയുള്ള സമയം. എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമയം കണ്ടെത്താം. എല്ലാ ശുഭകാര്യങ്ങളും. നല്ല തിഥിയാണ്, നല്ല നക്ഷത്രമാണ്, മറ്റ് ദോഷങ്ങളും ഒന്നും ഇല്ല. നാളെ കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏറ്റവും നല്ലത് ഉത്രട്ടാതി നക്ഷത്രം, അതിൻ്റെ അധിപനായ ശനി, ആ ശനിയുടെ ദിനമാണ്. അതിനാൽ ഹനുമാൻ സ്വാമിക്ക് നെയ്വിളക്ക്, ഗദ ഒപ്പിക്കൽ, അവിടെ ശ്രീരാമസ്വാമിക്ക് അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം ഇതൊരു വഴിപാടായി സമർപ്പിക്കുക. ഓം ഹം ഹനുമതേ നമഃ എന്ന് പ്രാർത്ഥിക്കുക. ഹനുമാൻ ചാലീസ് കേൾക്കുക. അപ്രകാരം വൈകിട്ട് രേവതിയാണ്. രേവതി നക്ഷത്രം കൃഷ്ണന് വളരെ പ്രാധാന്യമുണ്ട്. ശ്രീരാമസ്വാമിക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, ഹനുമാൻ സ്വാമിക്കും ശ്രീരാമസ്വാമിക്കും വഴിപാടുകൾ ചെയ്താൽ എല്ലാ ദുരിതങ്ങളും ക്ലേശങ്ങളും ഒക്കെ മാറിക്കിട്ടും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.